ഹലോ കൂട്ടുകാരെ, ഇന്ന് നീം ഓയിൽ തളിക്കുകയാണ്. എല്ലാ കേടുമൊക്കെ കീടങ്ങളൊക്കെ പോകാൻ, വഴുതനയ്ക്കും ഒക്കെ പച്ചക്കറിക്കും പൂച്ചെടിക്കും എല്ലാം ഒഴിക്കുകയാണ്. അതായത് വേപ്പെണ്ണ കണ്ടോ, നല്ലൊരു വഴുതന കണ്ടോ, വേപ്പെണ്ണ അതായത് നീം ഓയിൽ സ്പ്രേ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബിവേറിയ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട്. അതും നല്ല സൂക്ഷ്മാണുവാണ്, കീടങ്ങളെ ഇല്ലാതാക്കാനും പറ്റുവേ. മഴയുടെ ആരംഭത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ അവിടെ 5-6 മഴ പെയ്തു, അതുകൊണ്ട് മഴയുടെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കാം. ജൈവ സൂക്ഷ്മാണു വളമാണ്, കീടങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും ബിവേറിയ. 2 തവണ ഉപയോഗിക്കാം, മാസത്തിൽ 2 തവണ ഉപയോഗിക്കാം. ഞങ്ങളിത് 8 ലിറ്റർ സ്പ്രേയറിലാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്ററിന് 5 മില്ലി, അപ്പോൾ 8 ലിറ്ററിന് 40 മില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേപ്പെണ്ണയും നീം ഓയിലും 1 ലിറ്ററിന് 2 മില്ലി വേപ്പെണ്ണയെ, അപ്പം 8 ലിറ്ററിന് 16 മില്ലി. നീം ഓയിലും ബിവേറിയ ഓയിലൂടെ സ്പ്രേ ചെയ്യുക. നീം ഓയിൽ കണ്ടോ, വേപ്പെണ്ണ അത് നല്ലതാണ് കീടങ്ങളെ അകറ്റാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ പച്ചക്കറിക്കും എല്ലാത്തിനും നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത്. ഇത് സ്പ്രേയർ 8 ലിറ്ററിൻ്റെ ആണ്. ഇതാണ് ബിവേറിയലിൻ, അത് ലിക്വിഡ് രൂപത്തിലുള്ള. ഇത് 5 മില്ലി 1 ലിറ്ററിന്. അപ്പോൾ 8 ലിറ്റർ സ്പ്രേയർ ആകുമ്പം 8×5 40 മില്ലി. അങ്ങനെ നീം ഓയിലും ഇതുകൂടെ ഞങ്ങൾ സ്പ്രേ ചെയ്യുകയാണ്, കീടങ്ങളെല്ലാം അകറ്റാൻ വേണ്ടി. ബിവേറിയലിൻ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മാണുവാണ്, ഒരു വളമാണ്, ജൈവ സൂക്ഷ്മാണു വളം, കീടങ്ങളെ ഇല്ലാതാക്കാൻ. മാസത്തിൽ 2 തവണ ഉപയോഗിക്കും. കണ്ടോ, ഞങ്ങളിങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. ഇതിപ്പോൾ ബിവേറിയലിനെ എടുത്തു. നീം ഓയിൽ എടുക്കുകയാണ്, അത് 2 തുള്ളി. അപ്പോൾ 8 ലിറ്ററിന് 1 ലിറ്ററിന് 2 തുള്ളി ആകുമ്പോൾ 8 ലിറ്ററിന് 16 തുള്ളി, 16 മില്ലി. 1 ലിറ്ററിന് 2 മില്ലി. എന്നിട്ട് നിറയെ വെള്ളം എടുത്തിട്ട് കുലുക്കിയിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം. ഇങ്ങനെയാണ് ഞങ്ങൾ നീം ഓയിൽ, അതായത് വേപ്പെണ്ണ സ്പ്രേ ചെയ്യുന്നത്. കേട്ടോ, പൂച്ചെടിക്കും പച്ചക്കറിക്കും എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളി, വഴുതന, വെണ്ട, മുരിങ്ങ എല്ലാത്തിനും. ഒരു മഴ പെയ്തപ്പോഴത്തേനും ഒത്തിരി കീടങ്ങൾ വരാൻ തുടങ്ങി. ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 5-6 മഴ ഇവിടെ കിട്ടി. മുരിങ്ങയ്ക്ക് ചെയ്തു, എല്ലാത്തിനും സ്പ്രേ ചെയ്യുക. അപ്പം ഈ വേപ്പെണ്ണയുടെ മണം കൊണ്ടേ ഒരു കീടങ്ങൾ അടുക്കിയില്ല. കേടെല്ലാം മാറട്ടെ. വഴുതന, മുരിങ്ങ, വെണ്ട എല്ലാം ഉണ്ട്. എല്ലാത്തിനും സ്പ്രേ ചെയ്ത് വിടാം. മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യാം, 15 ദിവസം കൂടുമ്പോൾ. വഴുതനയൊക്കെ കണ്ട, വെള്ള വഴുതന, മുരിങ്ങ, തക്കാളി എല്ലാം ഉണ്ട്. മുരിങ്ങ കണ്ടോ, ഇലയിലെല്ലാം ഹോള് വരുന്നതെല്ലാം മാറിക്കോളും. ഇലയുടെ അടിയിലെല്ലാം തളിക്കണം. കണ്ടോ, ഇങ്ങനെ മാറി മാറി സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാം മാറിക്കോളും. അതാണ് നീം ഓയിൽ. കണ്ടോ, വേപ്പെണ്ണ എല്ലാത്തിൻ്റെ ഇടയിൽ, ഇലകളുടെ ഇടയ്ക്കൂടെ എല്ലാം, മുകളിലും എല്ലാം സ്പ്രേ ചെയ്യാം.
നേരത്തെ വേപ്പാണ് തീർന്നതെന്ന്. അപ്പം പുതിയത് മേടിച്ചാണിത്. ഇത് രണ്ടോടെ കൂട്ടി സ്പ്രേ ചെയ്ത് നല്ലപോലെ കുലുക്കണം. എന്നിട്ട് സ്പ്രേ ചെയ്യും. മുരിങ്ങയൊക്കെ നല്ലപോലെ ഉണ്ടായിക്കോളും. മുരിങ്ങയുടെ ഇല എന്തോ പുഴു വന്ന് തിന്നുന്നുണ്ടേ. അപ്പം നല്ല ഇല ഉണ്ടാകാനൊക്കെ. നല്ലപോലെ തളിച്ചു കൊടുക്കുക, എല്ലാത്തിനും കുളിക്കുന്ന പോലെ. നീം ഓയിലിൻ്റെ കൂടെ ബിവേറിയയുടെ ചേർത്ത് എല്ലായിടും തളിക്കാം. പച്ചക്കറിക്കും പൂച്ചെടിക്കൊക്കെ നല്ലപോലെ പൂവുണ്ടാവും. ഇല ചുരുണ്ട് വരുന്നതും ഇലയിൽ ഈ വരയായിട്ടില്ലേ, അതൊക്കെ മാറിക്കോളും. ഇലയിൽ തക്കാളിയിലൊക്കെ പടം വരച്ച പോലില്ലേ, ഇല ഇങ്ങനെ ചുരുണ്ട് വരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ വേറെ ഒരെണ്ണോട് അപ്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് കൂടെ തളിക്കുന്നുണ്ട് കേട്ടോ. അപ്സൈറ്റ് അത് പെട്ടെന്ന് എല്ലാത്തിലും പിടിച്ചിരുന്നോളൂ, സ്പ്രെഡായിട്ട് ഇരുന്നോളൂ, പടർന്നേ. അത് ഇച്ചിരി ഒഴിക്കുന്നു. കേടുള്ളതിനെല്ലാം ഒഴിക്കുന്നു. വെളുത്ത പൂപ്പൽ പോലെയൊക്കെ ഇല്ലേ, ഫംഗൽ രോഗം, അതൊക്കെ മാറിക്കോളും. നീലിമുട്ട എന്ന് പറഞ്ഞ വെള്ള ഫംഗസ് രോഗം ഒഴിച്ച പിറ്റേ ദിവസമായപ്പോഴത്തേനും ഇച്ചിരി കൂടെ വ്യത്യാസം വന്നു. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഈ വഴുതനങ്ങ കണ്ടോ, നല്ല രസം, നല്ല ഉണ്ട വഴുതനങ്ങ, നല്ല കളറല്ലേ കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച്.